ഹലോ നമ്മുടെ ബ്ലൂ മൗണ്ടൻ ട്രിപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ രാവിലെ ആൻറ്റി ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അവിടുന്ന് പിന്നെ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയി. വേറൊന്നുമല്ല, ഇത്രയും വലിയൊരു യാത്രയാണ്, 3 മണിക്കൂറുണ്ട്. സോ അതിന് സ്നാക്സൊക്കെ വേണം. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ആൻറ്റിയും എൻ്റെ കസിനും ഹസ്ബൻഡും കൂടെ ആയിരുന്നു പോയത്. ഞങ്ങൾ അവിടെ ഒരു എയർബിഎൻബിയിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അത്യാവശ്യം നമ്മുടെയൊക്കെ ഒരു വീട് പോലെ ഫീൽ ചെയ്യുന്ന ഒരു എയർബിഎൻബി ആയിരുന്നു. ഇതാണ് മെയിൻ ബെഡ്റൂം, ബാത്റൂം ആൻഡ് അറ്റാച്ച്ഡ് ആയിട്ട് ചെറിയൊരു ബങ്ക് ബെഡ് പോലെയായിരുന്നു. പിന്നെ അവിടെ പാത്രങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം ഒന്നും മേടിക്കേണ്ടി വന്നില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പെട്ടിയെല്ലാം ചുമന്ന് പോവുമായിരുന്നു. ബിക്കോസ് ഞാൻ പ്രിൻസസ് ആയതുകൊണ്ട് പ്രിൻസസ്സുകളാരും പണിയെടുക്കത്തില്ല, നല്ല ബാക്ക് വ്യൂ അല്ലേ. പിന്നെ അവിടുന്ന് ഞങ്ങൾ അവിടുത്തെ ഫേമസ് ഫുഡ്, ഹലാൽ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ രാത്രി ഇതുപോലെ ഭയങ്കര ഗെയിംസൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ കസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അതുകൊണ്ട് മിഡ് നൈറ്റ് സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞങ്ങളിതുപോലെ ബെഡ് ഡെക്കറേറ്റ് ചെയ്യായിരുന്നു ബലൂൺസൊക്കെ ഇട്ടിട്ട്. പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ ബ്ലൂ മൗണ്ടനിലോട്ട് പോവുമായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് 1/2 hour ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ, വിച്ച് ഇസ് നോട്ട് ബാഡ്. സോ ഞങ്ങൾ ഓൺ ദ വേ ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്ലൂ മൗണ്ടൻ ആണെന്ന് തോന്നുന്നു, ബിക്കോസ് ഞാൻ ഇന്നേവരെ എൻ്റെ ലൈഫിൽ കാണാത്തതുകൊണ്ട് അതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇതുപോലെ വ്യൂ ഒക്കെ കണ്ടു, കുറച്ച് മൗണ്ടൻസിൻ്റെ. ആകെ എന്താണെന്ന് വെച്ചാൽ പാർക്കിംഗ് കുറച്ച് ദൂരമായിരുന്നു. സോ ഒത്തിരി നടക്കാനുണ്ടായിരുന്നു വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്. ഫൈനലി ഞങ്ങൾ ഇതുപോലെ ബ്ലൂ മൗണ്ടൻ വില്ലേജ് എത്തി. നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. സോ ഞങ്ങൾക്ക് ഇതുപോലെ വിശക്കുമായിരുന്നു. സോ പുഡിംഗ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. സോ അപ്പാരൻ്റ്ലി ഫ്രഞ്ച് ഫ്രൈസും ചീസും പിന്നെ പല ടോപ്പിങ്സും ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡായിരുന്നു വാരി തന്നെ, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് മൈ ഹാൻഡ്സ് ഡേർട്ടി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇതായിരുന്നു ആ ബ്ലൂ മൗണ്ടൻ വില്ലേജ്. ഭയങ്കര വിൻറ്റേജ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. സോ പാർട്ട് 2 പോവുക, നമ്മളവിടെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് കാണിക്കാനായിട്ട്. സോ കീപ് വാച്ചിങ്. ബൈ.